ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടെങ്കിൽ രേണുസുധിയുടെയാണ് തനിക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാൻ പറ്റുന്നുള്ള രീതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ലീക്കായിട്ടുണ്ട്. ഇത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇവരെന്തിനാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല കാണിക്കുന്നത്, വേറെ നമുക്കുള്ള എന്തെങ്കിലും ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ അതെല്ലാം വിട്ടിട്ട് ഇതേണത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണാനും ഒരുപാട് പേരുണ്ടെങ്കിൽ പേ ചെയ്ത് കാണുന്നവരും ഉണ്ട്. അവരാരിലും ഒരാളാണ് ഇതേണക്കത്ത് ലീക്ക് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇവരെന്ത് വേണമെങ്കിലും ചെയ്തിട്ട് മക്കളെയൊക്കെ നോക്കണ്ടതില്ല, ഒരു കുടുംബം കൊണ്ടുപോകണ്ടതില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് കണ്ട് ഒരുപാട് സമൂഹത്തിലെ ആൾക്കാർ ഇത് കുഴപ്പമില്ല, ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യാൻ ചിലപ്പോൾ വരുന്നതായിരിക്കും. അത് അത്ര ശരിയായുള്ള കാര്യമില്ല. പിന്നെ എവർക്കും ഉണ്ടെങ്കിൽ ഒരു ഫാമിലി ഉണ്ട്, ഒരു മോൻ വളർന്നു വരികയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഭാവിയിലും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളാകുന്നതായിരിക്കും. സോ അതോടെ തന്നെ ഇവർക്കുണ്ടെങ്കിൽ വിചാരിച്ച വേറെ നല്ലൊരു ബിസിനസ്സോ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതെല്ലാം വിട്ടിട്ട് ഇതേണത്തുള്ള കാര്യങ്ങൾ ചെയ്ത് ചുമ്മാ ഉണ്ടെങ്കിൽ നെഗറ്റീവായുള്ള കാര്യങ്ങൾ പിന്നെയും പറഞ്ഞ് ഇതേ കണക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്ക് തന്നെ അത് പ്രശ്നം ഉണ്ടാക്കി ആൾക്കാർ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ആൾക്കാർ കുതിര കയറുകയെന്നും പറഞ്ഞ് വീഡിയോ ഇടുന്നതാണ് സാധാരണ രീതി കണ്ടുവരുന്നത്.